ഏപ്രിൽ 16 മുതൽ രാജ്യം കടുത്ത ചൂടിലേക്ക് നീങ്ങുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പല സംസ്ഥാനങ്ങളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസ് കടന്നേക്കും. ഈ സാഹചര്യത്തിൽ ഫിറ്റ്നസ് കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നവർ തങ്ങളുടെ ദിനചര്യയിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിനേക്കാൾ ഈ സമയത്ത് ആരോഗ്യത്തിനാണ് മുൻഗണന നൽകേണ്ടത്. കടുത്ത വെയിലത്ത് കഠിനമായ വ്യായാമം ചെയ്യുന്നത് ശരീരത്തെ പെട്ടെന്ന് തളർത്തും. അതിനാൽ വർക്കൗട്ടുകൾ തണുപ്പുള്ള സമയത്തേക്ക് മാറ്റാൻ ശ്രദ്ധിക്കുക. രാവിലെ 6 മുതൽ 9 വരെയോ അല്ലെങ്കിൽ വൈകുന്നേരം 7-ന് ശേഷമോ ഉള്ള സമയമാണ് വ്യായാമത്തിന് ഏറ്റവും അനുയോജ്യം. ഉച്ചസമയത്തെ കഠിനമായ പരിശീലനങ്ങൾ ഒഴിവാക്കുന്നത് ഹൃദയാരോഗ്യത്തിനും ശരീര താപനില കൃത്യമായി നിലനിർത്താനും സഹായിക്കും. സൂര്യാഘാതം പോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ഇൻഡോർ വ്യായാമങ്ങൾ ശീലമാക്കാം. യോഗ, സ്ട്രെച്ചിങ് തുടങ്ങിയ ലഘുവായ വ്യായാമങ്ങൾക്ക് ഇപ്പോൾ മുൻഗണന നൽകാം. വ്യായാമം ചെയ്യുന്ന സ്ഥലത്ത് കൃത്യമായ വായു സഞ്ചാരവും തണുപ്പും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. വ്യായാമത്തിന് കൃത്യനിഷ്ഠ വേണമെങ്കിലും ആരോഗ്യത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. കടുത്ത ചൂടിൽ തടി കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സമയത്ത് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മധുരപാനീയങ്ങൾ പരമാവധി ഒഴിവാക്കുക. കാരണം ഇവ പെട്ടെന്ന് നിർജ്ജലീകരണത്തിന് കാരണമാകും. പകരം മോരുവെള്ളം, നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ORS ലായനി എന്നിവ ശീലമാക്കാം. ഇവ ശരീരത്തിന് ആവശ്യമായ ഇലക്ട്രോലൈറ്റുകൾ നൽകും. ജീരകവെള്ളം കുടിക്കുന്നത് നല്ലതാണെങ്കിലും അത് മാത്രം കുടിച്ചതുകൊണ്ട് അമിതഭാരം കുറയുമെന്ന് കരുതരുത്. കടുത്ത ചൂടിൽ വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ലക്ഷണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തലക്കറക്കമോ അമിതമായ വിയർപ്പോ അനുഭവപ്പെട്ടാൽ വ്യായാമം ഉടൻ നിർത്തണം. ശരീരം തണുപ്പിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് ആരോഗ്യകരമായ മുൻകരുതലുകൾ എടുക്കുന്നത് സുരക്ഷിതമായിരിക്കാൻ സഹായിക്കും.